വർഷങ്ങൾക്ക് ശേഷം ആവേശം തരംഗത്തിന് ശേഷം കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീണ്ടും മോളിവുഡിനെ പീക്കിലേക്ക് എത്തിച്ച ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമയ്ക്ക് കൂട്ടായിട്ട് ഒരു സിനിമ കൂടി ഇന്ന് മോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് ടർബോ. രണ്ട് സിനിമകളുടെയും ആദ്യ ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ്, ഒപ്പം തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കോംബോയുടെ ഗുരുവായൂർ അമ്പലനടയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ സിനിമയ്ക്ക് മികച്ചൊരു ഹോൾഡ് വീണ്ടും നിലനിർത്താനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം 3,30,00,000 കേരളത്തിൽ കളക്ഷൻ നേരിടുത്ത സിനിമയ്ക്ക് ചൊവ്വാഴ്ച 3 കോടിയായിരുന്നു കേരള ഗ്രോസ് കളക്ഷൻ എങ്കിൽ ബുധനാഴ്ച ഇന്നലെ സിനിമയ്ക്ക് കേരളത്തിൽ 2,30,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 7 ദിവസങ്ങൾ കൊണ്ട് 26,40,00,000 സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് പുറത്തു വന്നിട്ടില്ല. 57 കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ടർബോ പോലൊരു വമ്പൻ മെഗാസ്റ്റാർ സിനിമയെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് പോലും ഇന്നും മികച്ചൊരു ഹോൾഡ് സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. 3000-ലധികം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിക്കപ്പെടുന്ന കാഴ്ചയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ കാര്യത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന ദിവസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മലയാളം സിനിമയാണല്ലോ ടർബോ. വമ്പൻ റിലീസോടെ കേരളത്തിലും ലോകമെമ്പാടും റിലീസ് ചെയ്ത സിനിമയുടെ ആദ്യ ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ മണിക്കൂറുകളിലെ ബുക്ക് മൈ ഷോ ടിക്കറ്റ് വിൽപ്പന കൗണ്ട് താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ മണിക്കൂറിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ നേരത്തെ ഉച്ചയ്ക്ക് 12 മണിയോടെയെല്ലാം തന്നെ 10,000-11,000 റേഞ്ചിൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ടിക്കറ്റ് വിൽപ്പന കൗണ്ട് താഴേക്ക് പോയി ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ 7,000-ൽ പരം ടിക്കറ്റുകൾ മണിക്കൂറിൽ കഴിഞ്ഞു 1-2 മണിക്കൂറുകളിൽ വിറ്റഴിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ചെറിയൊരു ഇടിവ് സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ വീണ്ടും സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന 10,000-ന് മുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നേ ദിവസത്തിൽ കേരളത്തിലെ ആകെ മൊത്തം ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ആകെ മൊത്തത്തിൽ ഒരു ഓറഞ്ച് മയമാണ് നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു വമ്പൻ ട്രെൻഡിലേക്ക് സിനിമ പോകുന്നു എന്നതിന്റെ സൂചനയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ പോസിറ്റീവ് അഭിപ്രായങ്ങളെ തുടർന്നുള്ള ബുക്കിംഗ് എല്ലാം തന്നെ നൽകുന്നത്. അപ്പോൾ റെക്കോർഡ് കളക്ഷനിൽ കുറഞ്ഞതൊന്നും തന്നെ പ്രതീക്ഷിക്കാത്ത ടർബോയുടെ കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.